പല്ല് തേക്ക്, കഞ്ഞി കുടിക്കാം. ഏറ്റുവാ. രാവിലെ ഇച്ചിരി പോയിട്ട് നടക്കുമായിരുന്നല്ലോ. അതൊക്കെ നടന്നതാ. രാവിലെ ഏറ്റു തനിയെ പോയി മൂത്രമൊക്കെ ഒഴിച്ചു, എന്നിട്ടൊന്ന് കുറച്ച് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ കിടക്കായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇറ്റൊന്ന് നടന്നായിരുന്നു. നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ അടുക്കളയിലൊക്കെ പണിയല്ലേ, അതുകൊണ്ടാണ്. മാന്ന് എനിക്ക് വല്ലതും കഴിക്കണം, വിശക്കണ്. എലിക്കുട്ടിയമ്മ വാ, കഴിച്ചിട്ട് കിടക്കാം. പുതയ്ക്കാൻ തന്നതൊക്കെ വിരിപ്പാക്കി. എലിക്കുട്ടിയമ്മേ, എലിക്കുട്ടിയമ്മേ പിള്ളേരെ പോലെയാണല്ലോ. വാന്നേ, ഞങ്ങള് പോകുവാ. നിങ്ങൾ പോവുക. വന്നുണ്ടോ? അതിനാ അപ്പൊ അമ്മ തന്നെ ഇവിടെ കിടക്കേണ്ടി വരും, ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും. ഞങ്ങളൊക്കെ പോവുക. പൊക്കോട്ടെ, പൊക്കോട്ടെ. അമ്മ പോനുണ്ടോ? പല്ല് തേക്ക്, വാ. എനിക്ക് പല്ല് തേക്ക്, പല്ല് തേച്ചിട്ട് പോകാം. ക്ഷീണോ രാവിലത്തെ ചൂടേ. ഏറ്റുവാ, ഏറ്റവും പല്ല് തേക്ക്. വാ, സമയം പോണു. വാ, ഏറ്റുവാ. വാ കൊച്ചേ. ഇന്നലെ എന്നെ അമ്മയെന്ന് വിളിച്ച്, ഞാൻ എന്നാ കൊച്ചെന്നും ചോദിച്ചു. വാ. എന്നാ പിന്നെ മതി, ഇച്ചിരി കഴിഞ്ഞിട്ട് മതി. ഉറക്കം കഴിയട്ടെ, തന്നെ ഏറ്റു. പല്ല് തേക്കുന്നില്ലേ ഇപ്പം? പല്ല് തേക്കുന്നില്ലേ? കഴിക്കാൻ സമയമായി. ആ, കഴിക്കണ്ടേ? 9 മണിയായി. വരുവാ, വരുവന്ന് കഴിക്കേ. വലിയൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഏറ്റുവാ. രാവിലെ പല്ലൊക്കെ തേച്ച് വന്ന് കുടിക്കാനായിട്ട്, കാപ്പി കുടിക്കാനായിട്ട് ആദ്യം വിളിച്ചപ്പോൾ പല്ല് തേക്കാൻ വന്നില്ല. പിന്നെ ഏറ്റു തന്നെ വന്നു. അത് ഇപ്പോൾ ഇച്ചിരി രാവിലെ ഇച്ചിരി ഓട്സാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ദിവസമായി ഓട്സ് കൊടുത്തിട്ട് ഇച്ചിരി ഓട്സാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കുട്ടിയമ്മയ്ക്ക് അത് കഴിക്ക് ചൂടാണെന്നും പറഞ്ഞിരിക്കുവാണ്. ചൂടൊന്നുമില്ല, ഇപ്പം പുറത്താ ചൂട്, അകത്ത് ചൂടില്ല. ചെറിയ ചൂടേ ഉള്ളൂ. കഴിച്ചു നോക്കിയേ. ചൂടണ്ടാ? മധുരമുണ്ടോ? മധുരമായിട്ടിരിക്കണേ, ഉപ്പിട്ടിട്ടില്ല. അല്ല, മധുരല്ലേ ഇത്? മധുരല്ലേ ഇരുന്നേ? കഴിക്കുട്ടിയമ്മ കഴിക്കട്ടെ. എനിക്ക് ഇച്ചിരി പരിപാടി കിട്ടും. ഞാൻ മാറുവാണ്. തിരുതര കോരി കഴിക്കേ. തിരുതര കോരി കഴിക്കേ. ഇതെന്തിനാ എന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വരുന്നെന്ന് ചോദിച്ചേ. എന്തിനാ എപ്പോഴും ഇങ്ങനെ വന്ന് ചോദിക്കണേന്ന് ചോദിച്ചേ. അമ്മ എന്നെ ഒന്നും ചോദിക്കാത്തത് എന്തിനാ എപ്പോഴും ഇങ്ങനെ വന്ന് എന്നോട് ചോദിക്കണേന്ന് ചോദിച്ചേ. ചോദിക്കേ കുട്ടിയമ്മ. കഴിക്കേ. കഴിക്ക് ആലോചിച്ചിരിക്കാതെ. എന്നാ എടുക്കണ്? ഉച്ചയ്ക്ക് ഏറ്റവും നടന്നല്ലേ? എന്നെ പൊത്തിപ്പിടിച്ചേക്കണേ. എന്നാ പറ്റി? കഞ്ഞി കുടിച്ചായിരുന്നോ? ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചായിരുന്നോന്നാ ചോദിച്ചേ. ആ, ആ, ചായയും കുടിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം, ഇനിയിപ്പോൾ സന്ധ്യ ആറേ. ആ, ഇനിയിപ്പോൾ സന്ധ്യ ആകുന്നേ ഉള്ളൂ. ആരാ നിൽക്കണേ? ഏതാവളാ? അവളേതാ? ആ, ഈ വീട്ടിലുള്ളതാണോ? ആ, എലിക്കുട്ടിയമ്മയുടെ ആരാ? ഇവിടുത്തെ അമ്മയുടെ പപ്പായുടെ മക്കളാണോ? ആ, എലിക്കുട്ടിയമ്മ ചിരി വരുന്നുണ്ട് അല്ലേ? എലിക്കുട്ടിയമ്മയുടെ ആരുമല്ലേ? എലിക്കുട്ടിയമ്മയുടെ ആരുമല്ല. ആ, ആരുമല്ലേ? ഇല്ലേ? അയ്യോ, അത് കഷ്ടമായിപ്പോയല്ലോ. എലിക്കുട്ടിയമ്മയുടെ ആരെങ്കിലും ആണോ ചോദിക്കാമല്ലോ ഞാൻ. ഒരു കഷ്ടതയില്ല. ഇല്ലേ? അതിനാ സമയത്ത് തന്നെ തോരൊന്നും
ഉണ്ട്. ആ അത് വേണം. ആണോ? ഉം. ആഹാ. വൈകുന്നേരം എഴുതി നടക്കാൻ മേലായിരുന്നോ? എഴുന്നേറ്റൊക്കെ നടന്നതാ. ആണോ? നടപ്പെല്ലാം കഴിഞ്ഞ പോലെ നടന്നാണോ? ചെയ്യണം. ആ ആ അത് ഊരിയിട്ടിരിക്കുന്നതല്ലേ? തണുപ്പ് തണുപ്പിക്കാനുള്ളത്. എന്നാ ശരി. അപ്പോ ആ പോവാ. അല്ല മൂളി ഞാൻ ആണോ? പ്രത്യേകം മൂളിയപ്പോഴേ ഞാനോടത്ത് തന്നെയാണ് വിളിച്ചായിരിക്കും. ഇന്ന് രാവിലെ മുതൽ അത്യാവശ്യം എലിക്കുട്ടിയമ്മ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇന്ന് അത്താഴം കഴിക്കാനായിട്ട് എലിക്കുട്ടിയമ്മ പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. എലിക്കുട്ടിയമ്മ ഇന്ന് പ്രാർത്ഥനയ്ക്കും കൂടിയില്ല. ഇന്നലെ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടിയായിരുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്കൊന്നും കൂടിയില്ല. ഇവിടെ കിടന്ന് പ്രാർത്ഥന ചെല്ലിയെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ അത്താഴം കഴിക്കാൻ ചെല്ലുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിങ്ങനെ രാവിലെയൊക്കെ ഏറ്റവും ഓടി നടന്നു, വൈകുന്നേരം ഏറ്റവും ഓടിയൊക്കെ നടന്നു. ഓടി നടന്നില്ല കേട്ടോ, ഇതിൽ നടന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും കിടന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് എലിക്കുട്ടിയമ്മ കയറി കിടന്നതാണ്. അത് കഴിഞ്ഞൊന്ന് നടന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് കൂടിയില്ല. പ്രാർത്ഥനയ്ക്ക് കൂടാതെ ഇവിടെ കിടക്കുക ചെയ്തേ. അത്താഴം കഴിക്കുന്നുണ്ടോ? അത്താഴം കഴിക്കുന്നില്ലേ? അത്താഴം കഴിക്കുന്നില്ലേ എലിക്കുട്ടിയമ്മ? അയ്യോ അത്താഴം കഴിക്കാൻ സമയം ആയതേ ഉള്ളല്ലോ. അത്താഴം കഴിക്കുന്ന സമയം ആയതേ ഉള്ളന്നേ. ഇവരൊക്കെ അവിടെ അത്താഴം കഴിച്ചോണ്ടിരിക്കുക. അവരൊക്കെ അവിടെ അത്താഴം കഴിച്ചോണ്ടിരിക്കുക. എവിടെ? അവിടെ മുറി കഴിച്ചോണ്ടിരിക്കുക. എലിക്കുട്ടിയമ്മ കഴിക്കുന്നില്ലേ? എലിക്കുട്ടിയമ്മ കഴിക്കുന്നില്ലേ? അമ്മ കഴിക്കുന്നില്ലേ? അമ്മ കഴിക്കുന്നില്ലേ? താൻ കഴിക്കുന്നുണ്ടോ? വിശപ്പൊക്കെ പോയോ? പഴയ പോലെ ആയോ? ഭക്ഷണം കഴിക്കുന്നില്ലേ? അത്താഴം കഴിക്കുന്നില്ലേ? അത്താഴം കഴിക്കുന്നില്ലേ എന്ന്? അത്താഴം ആ അതൊക്കെ ഞങ്ങളൊക്കെ കഴിച്ചാ. എപ്പം? പിന്നെ ഞങ്ങളൊക്കെ സന്ധ്യമണി കഴിച്ചു കഴിഞ്ഞപ്പോൾ. സന്ധ്യമണി അടിക്കുമ്പോൾ അത്താഴം കഴിക്കണോ? സന്ധ്യമണി അടിക്കുമ്പോൾ പ്രാർത്ഥനയല്ലേ അല്ലേ? ആ കർത്താനമാലയൊക്കെ ഇപ്പോൾ ചെല്ലി തീർന്നേ ഉള്ളൂ. ആ ഇവിടെ ഇപ്പോൾ അവർ കഴിക്കുന്നേ ഉള്ളൂ. എലിക്കുട്ടിയമ്മ കഴിച്ചില്ലല്ലോ. ഇച്ചിരി കഴിച്ചോളാൻ മേലായിരുന്നോ? ഇച്ചിരി അത്താഴം കഴിച്ചോളാൻ മേലായിരുന്നോ? എന്നും കഴിക്കുന്നതല്ലേ? ആ ആ ഇഷ്ടാ. അതുകൊണ്ടാണ് ചോദിച്ചേ. വന്ന് കഴിക്കുന്നില്ലെന്ന് ചോദിച്ചേ. വേണ്ടേ? ഇന്ന് അത്താഴം വേണ്ടേ? ഇന്ന് അത്താഴം വേണ്ടേ? അതൊന്നും അറിയത്തില്ല. ആ ഞാനിവിടെ ഇല്ലായിരുന്നതുകൊണ്ട് ഇതിലെ നടന്നതോ കാര്യങ്ങളൊന്നും സംസാരിച്ചൊന്നും അറിയാൻ പറ്റിയില്ല. ഞാൻ വൈകിട്ട് ആണ് വന്നത്. അതുകൊണ്ട് ബാക്കി വിവരങ്ങളൊന്നും അറിയത്തില്ല. എലിക്കുട്ടിയമ്മ കിടന്ന് കുറേയൊക്കെ ഉറങ്ങി. ഇനി വൈകിട്ട് കിടന്ന് ഉറങ്ങോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പകൽ ഒക്കെ കിടന്ന് ഉറങ്ങിയോണ്ട് വൈകിട്ട് പ്രാർത്ഥനയായിരിക്കുമോ എന്നറിയത്തില്ല. പ്രാർത്ഥന ചെല്ലിയില്ലല്ലോ ഇന്ന്. അപ്പം അതിൻ്റെ ഒരു മൂഡ് ഓഫിലാണ് കക്ഷി. ഇപ്പം കൊന്തയാന്നും പറഞ്ഞാൽ മാലയാണ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്. അത് മാലയല്ലേ, കൊന്തയല്ലല്ലോ. അത് മാലയാ, കൊന്തയല്ല. ആ കഴുത്ത കിടക്കണതല്ലേ കൊന്ത. അത് മാലയുണ്ടോ? കുരിശുണ്ടോ? അത് കുരിശില്ലല്ലോ. കൊന്തയല്ലത്. കൊന്തയാണ് കുരിശ് കാണണ്ടല്ലേ? അതെ കുരിശില്ലല്ലോ. അതിലെ കുരിശില്ല. അറിയാവോ? കൊന്ത കഴുത്ത കിടക്കണ കൊന്ത. ആ അതില്ലെന്നേ. പക്ഷെ കൈ പിടിച്ചിരിക്കുന്ന മാലയാന്നാ പറഞ്ഞേ. എലിക്കുട്ടിയമ്മയുടെ കയ്യിലിരിക്കുന്നത് മാലയാന്നാ പറഞ്ഞത്. ആണോ? ആ എന്നതാ കൈ പിടിക്കണം എന്നുള്ളതാ. ആണോ? എന്നാ ഇങ്ങോട്ട് മാറി കിടക്ക്. ഇന്ന് ചൂടായിരുന്നല്ലേ? അപ്പോൾ എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിക്കുന്നില്ല, അങ്ങനെ കിടക്കുന്നു. ടി വിക്കിട്ട് നോക്കുന്നു. അവിടെ ടി വി വെച്ചിട്ടുണ്ട്. ടി വിയിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഞാൻ അങ്ങോട്ട് മാറുവാണ്. ഇല്ല അത് ടി വിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇല്ലെന്നേ, അവിടെ സിനിമ നടന്നുകൊണ്ടിരിക്കുക. അവിടെ സിനിമ നടന്നുകൊണ്ടിരിക്കുക. ഒരു സിനിമ കാണുമോ? സിനിമ നമ്മളൊക്കെ ഇരുന്ന് സിനിമ കാണുക. ആ വൈകിട്ടത്തെ ചുമ്മാ ഇരിക്കുവാന്ന്. അതോ? ആ ഉണ്ടോ? അതൊക്കെ അമ്മ സിനിമ കാണുന്നതാണേ. ഇവിടെ നിന്നുണ്ടേ ടി വി നോക്കി പറയണതാ കേട്ടോ.
ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. ഞാൻ പോവാ. ഇടയ്ക്ക് ഞരങ്ങലും മൂളലും ഇപ്പോഴും ഇടയ്ക്കുണ്ട്, അങ്ങോട്ട് മാറിയിട്ടില്ല ശരിക്കും. ഇടയ്ക്ക് ഇപ്പം നല്ല ചൂട് പകലായുണ്ട്. ഇതിൻ്റെ ക്ഷീണങ്ങൾ എലിക്കുട്ടിയമ്മയ്ക്ക് ഉണ്ടെന്ന് കരുതുന്നു. അപ്പോൾ പ്രാർത്ഥനയൊന്നും കൂടാതിരുന്ന എലിക്കുട്ടിയമ്മി സഹായമായിട്ട് ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ്. ഇവരിവിടെ പ്രാർത്ഥനയ്ക്കൊന്നും എലിക്കുട്ടിയമ്മ കൂടിയില്ലെന്ന് പറഞ്ഞില്ലേ, അത്താഴം വേണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് എലിക്കുട്ടിയമ്മ ഇപ്പോൾ പ്രാർത്ഥന സ്വയം തുടങ്ങിയിരിക്കുകയാണ്. തന്നെ പ്രാർത്ഥന ചെയ്യുകയാണ്. ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മുടെ ടൈമിംഗ് എല്ലാം മാറിപ്പോയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അതാണ് തോന്നണത്. കഴിഞ്ഞ ദിവസത്തെ പോലെ കിടന്നുള്ള പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഇനി എത്ര നേരത്തിനുണ്ടാവും എന്നറിയത്തില്ല. പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന അവരോടെ കൂടി ചെല്ലിയാൽ മതിയായിരുന്നല്ലോ. അവരിവിടെ ചെല്ലിപ്പോൾ അവരുടെ കൂടെ ചെല്ലാൻ മേലായിരുന്നോ? ജോമോളൊക്കെ അവിടെ പ്രാർത്ഥന ചെല്ലിയപ്പോഴേ അക്കൂടെ പ്രാർത്ഥിക്കാൻ മേലായിരുന്നോ എന്നാ ചോദിച്ചേ. ഇവരൊക്കെ അവിടെ മുമ്പ് പ്രാർത്ഥന ചെല്ലിയായിരുന്നല്ലോ, അപ്പോൾ അമ്മേനെ വിളിച്ചായിരുന്നല്ലോ, അമ്മ പോയില്ലായിരുന്നു. അവരുടെ ഇഷ്ടത്തിന് ചെല്ലുന്നതിന് കുഴപ്പമില്ല. അതില്ല വില കൂടും. കുടുംബ പ്രാർത്ഥന എല്ലാവരും കൂടെ ചെല്ലണമെന്നല്ലേ പറയണേ. കാരണം എലിക്കുട്ടിയമ്മയാണല്ലോ മുൻകൈ എടുക്കുന്നത്. അതൊന്നുമില്ല, എലിക്കുട്ടിയമ്മയാണല്ലോ മുൻകൈ എടുക്കുന്നതേ പ്രാർത്ഥന ചെല്ലാനായിട്ടേ. അത് ഞാൻ ചോദിക്കാൻ കാര്യം. അതിനാരും വൈരാഗ്യം വിചാരിക്കേണ്ട. അതിന് വേണ്ടി അതിനെന്തെങ്കിലും പോലും നടത്തണം. എലിക്കുട്ടിയമ്മയാണല്ലോ സാധാരണ പ്രാർത്ഥനയ്ക്ക് മുൻകൈ എടുക്കുന്നത്. ഇപ്പം ഇന്ന് എലിക്കുട്ടിയമ്മ ചെല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ചെല്ലിക്കോ, പ്രാർത്ഥന ബാക്കി ചെല്ലിക്കോ. ഞാൻ വർത്താനം പറഞ്ഞോണ്ട് നിർത്തിപ്പോയാ? ബാക്കി ചെല്ലിക്കോ പ്രാർത്ഥന. ഏതാ ഇത്? അത് പ്രാർത്ഥിക്കാനുള്ള സാധനമൊന്നുമില്ല. പ്രാർത്ഥിക്കാനുള്ളതൊക്കെ അവിടെ ഇരിക്കുന്നത് ഇതുണ്ടോ? കണ്ടോ, അവിടെ മാതാവ് ഇരിക്കുന്നു. മാതാവ് ഈശോയൊക്കെ അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെയുണ്ട്, ഇത് കണ്ടില്ലേ? അവിടെയുണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അവിടെ മൊത്തം പ്രാർത്ഥിക്കാനുള്ള രൂപങ്ങളാണ്. ഇവിടെയുണ്ട്, ഇത് കണ്ടില്ലേ? മാതാവ് അമ്മയ്ക്കിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, മാതാവ് ഈശോയും കൂടെ. പ്രാർത്ഥന ഇല്ലിക്കോ? പ്രാർത്ഥന നിർത്തിയോ? അപ്പം ആ മൂഡ് പിന്നെ അങ്ങ് മാറി. വർത്തമാനം പറഞ്ഞു തന്നപ്പോൾ ആ മൂടങ്ങ് മാറി. ഇനി ഇച്ചിരി കഴിയുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥന തുടങ്ങുമായിരിക്കും. ഇല്ല, ഞങ്ങൾക്കൊക്കെ എലിക്കുട്ടിയമ്മ പോലെ ഇപ്പോൾ കുത്തിയിരുന്ന പ്രാർത്ഥന മാത്രം ചെല്ലാൻ പറ്റുമോ? ഞങ്ങൾക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന പരിപാടി വല്ലതും നടക്കുമോ? പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന പരിപാടി വല്ലതും നടക്കുമോ? നമ്മുടെ കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ എലിക്കുട്ടിയമ്മയ്ക്ക് ഇഷ്ടം പോലെ സമയമുള്ള പ്രാർത്ഥനയില്ല. എലിക്കുട്ടിയമ്മ എല്ലാവരും കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചോ കേട്ടോ. പ്രാർത്ഥന ഇല്ലിക്കോ എന്നാ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ട് പ്രാർത്ഥന മുറിഞ്ഞു പോയെന്ന് തോന്നുന്നു. വർത്തമാനം പറഞ്ഞ ആ മുറിയങ്ങ് മുറിഞ്ഞു. ഇനി ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ തുടങ്ങുമായിരിക്കും. പ്രായം കാരണന്മാരുണ്ടെങ്കിൽ ഒരു തടസ്സമില്ല. എന്നാ എലിക്കുട്ടിയമ്മ പ്രാർത്ഥിക്കാൻ ചെന്നില്ല, കരിയാ പറഞ്ഞത്. അത്താഴവും കഴിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പോൾ പകലെ കിടന്ന് ഉറങ്ങിയോണ്ട് ഇന്നിപ്പോൾ വൈകിട്ട് ആക്റ്റീവ് ആവുമെന്ന് തോന്നുന്നു, കഴിഞ്ഞ ദിവസത്തെ പോലെ. ആണോ? പ്രാർത്ഥന ഇല്ലിക്കോ? ഞാൻ പോവാ. പ്രാർത്ഥന കേട്ടോണ്ട് വന്നാ. കിടന്ന് എലിക്കുട്ടി ഏറ്റു വന്നത് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് പറ്റി റൂമിലിട്ട് വന്ന് നോക്കിയിരിക്കണം. എന്നാ ഉണ്ട്? അടച്ചിട്ട് പോവാണോ? എലിക്കുട്ടി വന്ന് അടച്ചിട്ട് പോവാണോ? കുറ്റിയിടുന്ന എന്നാത്തിനല്ലേ? കുറ്റിയിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കഞ്ഞി കുടിക്കുന്നുണ്ടോ? കഞ്ഞി കുടിക്കുന്നുണ്ടോന്ന്? കഞ്ഞി കുടിക്കുന്നുണ്ടോന്ന്? അത്താഴം കഴിക്കുന്നുണ്ടോന്ന്? അത്താഴം കഴിക്കുന്നുണ്ടോന്നാ ചോദിച്ചേ. അത്താഴം കുടിക്കണ സമയമല്ലേ? മയക്കോ ക്ഷീണമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിരിക്കുന്ന ടി വിക്കിട്ട് നോക്കിയിരിക്കുമല്ലേ? അദ്ദേഹം തന്നെ കലാപരിപാടി നടക്കണം, പ്രാർത്ഥനയൊന്നുമല്ല. അതുപോലെ വീട്ടുകാരുടെ പരിപാടികളൊക്കെയാ. വീടിന്റെ വാതിലൊക്കെയാ. വീട്ടിലോട്ട് താമസമൊക്കെ മാറിയിരിക്കുന്നത് എൻ്റെയൊക്കെയാ.
ലേൽക്കുട്ടി മോള് ടി വിക്കകത്ത് ഓരോന്ന് കണ്ടിട്ടേ കണ്ടിട്ടിരുന്ന് ചിരിക്കുന്ന. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചിരിക്കട്ടെ, എപ്പോഴും ദേഷ്യപ്പെട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ലേ എലിക്കുട്ടി അമ്മ? എപ്പോഴും ദേഷ്യം കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചിരിക്കണ്ടേ? ചിരിക്കണ്ടേ ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണ്ടേന്ന്. ആ പിന്നെ ചിരിക്കണ്ടേ? എപ്പോഴും കരഞ്ഞോണ്ടിരുന്നോ? എപ്പോഴും കരഞ്ഞോണ്ടിരുന്നോ മതിയോ? അവിടെ വെക്കുവാന്നേ, അവിടെ വെക്കണതൊക്കെ നോക്കുവാ. കുട്ടിയമ്മ ടി വി കാണിട്ട് ഇറങ്ങിയിരിക്കുവാന്ന് തോന്നുന്നു. ഇന്ന് ഉറക്കയില്ല, പാലൊക്കെ ഉറങ്ങി രാത്രി കുത്തിയിരിപ്പ് സമരാണോ? വീടാന്നേ ഇന്നേ കുത്തിയിരിപ്പ് സമരമായിട്ട് ഇറങ്ങിയേക്കുവാണോ? പ്രാർത്ഥന യജ്ഞത്തിലൊക്കെ കാണോ നീ ആയിട്ട്? ആണോ എനിക്ക് നേരത്തെ പറഞ്ഞേക്കണം, എന്നാ പിന്നെ ഞാൻ ഏറ്റിപ്പോയി വേറെ മുറി കിടന്നോളാം. എലിക്കുട്ടിയമ്മേടാ പറഞ്ഞേ. ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇന്ന് പ്രാർത്ഥനയായിട്ട് ഇരിക്കാൻ പോവാണെങ്കിൽ ഞാൻ വേറെ മുറി പോയി കിടന്നോളാന്ന്. അല്ലാതെ അവിടെ വരെ ആ പോണ നേരത്ത് ഇവിടെ ഇരുന്നാ മതി. ഞാൻ അപ്പുറത്തോട്ട് മാറിക്കോളാന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് വേറെ വീട്ടിലോട്ട് പോണില്ല, വേറെ വീട്ടിലോട്ടേ പോണില്ല. ആരോ വിളിക്കുന്നു. മാഞ്ഞൂരില്ല എന്നെ പാമ്പ് വരും. ടി വി കണ്ടിരിക്കുവാണോ? ടി വി കണ്ടിരിക്കുവാണോ? ടി വി കണ്ടിരിക്കുവാണോ? നിന്ന് ടി വി കണ്ടോണ്ടേ ഇന്ന് ഇരിക്കുവാണോന്നാ ചോദിച്ചേ. ആ അതല്ലേ ടി വി. പിന്നെ അതെന്നാ ടി വി അല്ലേ? അത് പിന്നെ എന്നാ ഇതോ? അത് ടി വിയാ, പ്രാർത്ഥനാ സ്ഥലമൊന്നുമല്ല. ഇവിടെ വരുന്ന ഇടയ്ക്ക് കഥ പറയണല്ലോ. അത് അങ്ങനെയാണ്. അതന്നെ വീട്ടുകാരുടെ സ്ഥലമാണ്. ആ അവർ വീട്ടിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാ, നമ്മളിവിടെ ചെയ്യുന്ന പോലെ കേട്ടോ. എന്നാ ഓക്കെ, അവിടെ ഇരിക്കേ. വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.